ഗാന്ധിഭവന് വീണ്ടും യൂസഫ് അലിയുടെ റംസാൻ സമ്മാനം. അമ്മമാരുടെയും അച്ഛന്മാരുടെയും ക്ഷേമത്തിന് വീണ്ടും 1 കോടി കൈമാറിയിരിക്കുകയാണ് എം എ യൂസഫ് അലി. റംസാൻ നോമ്പുകാലത്ത് പത്തനാപുരം ഗാന്ധിഭവൻ ആശ്വാസമായി വീണ്ടും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ സ്നേഹസഹായം. ഗാന്ധിഭവനിലെ അന്തേവാസികൾക്കായി 1 കോടി രൂപയുടെ സഹായം കൈമാറി. എല്ലാവർക്കും സമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിനും മരുന്നിനും ചികിത്സയ്ക്കുമായാണ് തുക കൈമാറിയത്. 1500ഓളം അന്തേവാസികളാണ് പത്തനാപുരം ഗാന്ധിഭവനിലുള്ളത്. ഭക്ഷണം, മരുന്നുകൾ, ആശുപത്രി ചികിത്സ, വസ്ത്രം, സേവന പ്രവർത്തകരുടെ വേതനം, മറ്റു ചിലവുകൾ ഉൾപ്പെടെ പ്രതിദിനം 3 ലക്ഷം രൂപയിലധികമാണ് ഗാന്ധിഭവനിലെ ചിലവ്. റംസാൻ കാലത്തും തുടർന്ന് 1 വർഷത്തേക്കുമുള്ള ഭക്ഷണത്തിനും ചികിത്സയ്ക്കുമായാണ് 1 കോടി രൂപയുടെ സഹായം ഓരോ വർഷവും ഗാന്ധിഭവന് യൂസഫ് അലി നൽകി വരുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ സാറാണ് പ്രാർത്ഥിക്കുന്ന യൂസഫ് അലി സാറിന് വേണ്ടിയിട്ടാണ് സാറ് ചെയ്യുന്ന ആ പുണ്യം. നമുക്ക് ഇത്രയും മനോഹരമായൊരു കെട്ടിടം പണിത് സാറ് നേരിട്ട് പണിയിച്ചു വന്നു. എന്നിട്ട് സാറ് വന്ന് നോക്കി ഇവിടെ എല്ലാം കറക്റ്റാണോ നോക്കിയതിന് ശേഷമാണ് ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ നാണ്ട് അച്ഛന്മാർക്കുള്ള കെട്ടിടവും അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഇന്ന് വന്നിരിക്കുന്നത് ഈ പെരുന്നാൾ കാലത്ത് നമുക്കൊരു ആഘോഷം മാത്രമല്ല, നമ്മളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാ വർഷവും സാറിൻ്റെ ഗ്രാൻഡുണ്ട്. ആ ഗ്രാൻഡുമായിട്ടാണ് ഈ പ്രിയപ്പെട്ടവർ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് ദൈവം നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന വ്യക്തിയാണ്. അത് ദൈവത്തിൻ്റെ ഒരു ദാസനായി നിന്നുകൊണ്ട് ചെയ്യുന്നു. ആ സാറിൻ്റെ കൂടെ നിന്ന് സാറിൻ്റെ ദാസന്മാരായിട്ട് നിൽക്കുന്നവരാണ് പ്രിയപ്പെട്ടവർ. നമ്മളെയും ഇവർ നല്ലപോലെ കരുതുന്നു. സാറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, സാറിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, സാറിൻ്റെ ടീമിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, സാറിൻ്റെ എല്ലാ സംരംഭങ്ങൾക്കും. കാരണം നമ്മളെ ലോകത്ത് മലയാളിക്കുള്ള ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്ന എം എ യൂസഫ് അലി എന്ന വിശ്വപൗരൻ. കഴിഞ്ഞ ദിവസവും ഹാരി സാറും നമ്മുടെ എഞ്ചിനീയർ ബാബു സാറും കൂടെ വന്നിട്ട് നമ്മുടെ കെട്ടിടങ്ങളുടെ പണി വിലയിരുത്തി എത്രയും വേഗം അത് പൂർത്തിയാക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ലോകമെങ്ങുമുള്ള എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഈ കാലത്ത് പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ യൂസഫ് അലി സാറ് ഈ റംസാൻ തുടങ്ങുന്ന അന്ന് തന്നെ നിങ്ങളെ ഏൽപ്പിക്കാനായി ഞങ്ങളെ ഏൽപ്പിച്ച പൈസയാണിത്. അന്ന് മുതൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം പ്രത്യേകം നിർദ്ദേശിച്ചു. ഇനി ഈ ഒരു വർഷം ഒരു കുറവും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ ഒരു വർഷത്തെ ഈ പുണ്യമാസക്കാലത്തെ ഭക്ഷണവും ഒപ്പം ഇനി അങ്ങോട്ടുള്ള ചികിത്സയും ഭക്ഷണവും എല്ലാം ഉൾപ്പെടെയുള്ള 1 കോടി രൂപയാണ് ഇന്നിവിടെ കൈമാറിയത്. അപ്പോൾ എല്ലാവർക്കും ഈ അവസരത്തിൽ സന്തോഷം, സ്നേഹം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും മുക്തി നേടുന്നതിനൊപ്പം റംസാൻ കാലത്ത് വലിയ ആശ്വാസമാകുന്നത് കൂടിയാണ് ഈ സഹായമെന്ന് ഗാന്ധിഭവൻ സ്ഥാപകനും മാനേജിംഗ് ട്രസ്റ്റിയുമായ പുനലൂർ സോമരാജൻ പറഞ്ഞു. 9 വർഷം മുൻപ് ഗാന്ധിഭവൻ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ അന്തേവാസികളുടെ താമസ സൗകര്യത്തിന്റെ അപര്യാപ്തതയും സ്ഥാപനത്തിന്റെ സാമ്പത്തിക ക്ലേശങ്ങളും മനസ്സിലാക്കിയതോടെയാണ് ഓരോ വർഷവും യൂസഫ് അലി മുടങ്ങാതെ സഹായം എത്തിക്കാൻ ആരംഭിച്ചത്. ഗാന്ധിഭവനിലെ അമ്മമാർക്കായി 15 കോടിയിലധികം രൂപ ചിലവഴിച്ച് അത്യാധുനിക സൗകര്യങ്ങളുള്ള ബഹുനില മന്ദിരം യൂസഫ് അലി നിർമ്മിച്ചു നൽകിയിരുന്നു. തുടർന്ന് ഗാന്ധിഭവനിലെ പുരുഷ വയോജനങ്ങൾക്കായി അദ്ദേഹം നിർമ്മിച്ചു നൽകുന്ന ബഹുനില മന്ദിരത്തിന്റെ നിർമ്മാണവും ഗാന്ധിഭവനിൽ പുരോഗമിച്ചു വരികയാണ്. 20 കോടിയോളം ചിലവ് വരുന്ന ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 6 മാസത്തിനുള്ളിൽ നടക്കും. പ്രതിവർഷ ഗ്രാന്റ് ഉൾപ്പെടെ 9 വർഷത്തിനിടെ 11 കോടിയോളം രൂപയുടെ സഹായം അദ്ദേഹം ഗാന്ധിഭവന് നൽകിയിട്ടുണ്ട്. എം എ യൂസഫ് അലിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സെക്രട്ടറി E.A. ഹാരിസ്, ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് ഷഡാനന്ദൻ, ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് NB സ്വരാജ് എന്നിവർ ഗാന്ധിഭവനിലെത്തിയാണ് 1 കോടി രൂപയുടെ DD ഗാന്ധിഭവന് കൈമാറിയത്. ഫെയർ എക്സ്പോർട്സ് ജനറൽ മാനേജർ മുഹമ്മദ് റാഫി, തിരുവനന്തപുരം ലുലു മാൾ പബ്ലിക് റിലേഷൻസ് മാനേജർ സൂരജ് അനന്തകൃഷ്ണൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. നിരാലംബരായ 1200ഓളം പേർക്ക് അഭയമേകുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ മതേതര കൂട്ടുകുടുംബമാണ് കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഗാന്ധിഭവൻ. 3 വയസ്സ് മുതൽ 101 വയസ്സ് വരെയുള്ള വയോധികർ വരെ ഗാന്ധിഭവന്റെ തണലിലുണ്ട്. അനാഥർ, മക്കൾക്ക് വേണ്ടാത്തവർ, കാഴ്ചയും കേൾവിയും ബുദ്ധിയും ഇല്ലാത്തവർ, ഭിന്നശേഷിക്കാർ, അംഗപരിമിതർ, മാനസിക അസ്വാസ്ഥ്യമുള്ളവർ, ഗാർഹിക പീഡനങ്ങളിൽ മുറിവേറ്റവർ, ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, രോഗബാധിതർ, വികലാംഗർ, വിധവകൾ, ദാരിദ്ര്യത്താൽ വലഞ്ഞ ആത്മഹത്യ വക്കിലെത്തിയവർ, HIV ബാധിതർ, ബുദ്ധിവൈകല്യം സംഭവിച്ചവർ, രോഗശയ്യയിലായവർ തുടങ്ങിയവർ. ഇവരെ പരിചരിക്കാനും യഥാസമയം ആഹാരവും മരുന്നും നൽകി ശുശ്രൂഷിക്കാനും ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള പ്രവർത്തകരും ഗാന്ധിഭവനിൽ സദാ സന്നദ്ധരാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.